മധുര മൈക്കിൾ ദുബായിൽ ഇത്രയും വലിയ ഡോണോ എങ്ങനെ? വേൾഡ് വൈഡ് വാണ്ടഡ് മാഫിയ ഹെഡ്. ഈ ദുബായ് മുഴുവനും വിറപ്പിച്ച ഗാങ്സ്റ്റർ. നോ ട്രേസ്, നോട്ട് ഈവൻ എ സിംഗിൾ പിക്ചർ. മൈക്കിൾ, മധുര മൈക്കിൾ. അന്ന് വയസ്സ് 30, ഇപ്പോ 55. ഉറപ്പായിട്ട് മുത്തച്ഛനായി കാണും. ഓൾഡ് മാൻ. ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ? മൈക്കിൾ മധുരയിൽ നിന്ന് ദുബായിലെത്തി. ദുബായില് ഹൗ ഡിഡ് ഹി ബിക്കം സച്ച് എ ബിഗ് ഡോൺ? ദുബായെ തന്നെ വിറപ്പിച്ചവൻ ഇപ്പൊ എവിടെയായിരിക്കും? എന്തായിരിക്കും ചെയ്യുന്നത്? വെളിച്ചത്തെ പേടിച്ച് ഓരോ ദിവസവും കുടുങ്ങുമോ എന്ന് ഭയന്ന് കാട്ടിനുള്ളിൽ ഒതുങ്ങി പതുങ്ങി കൂട്ടിലടയ്ക്കപ്പെട്ട പ്രാവിനെ പോലെ കിളവൻ വിറയ്ക്കുന്നുണ്ടാവും. ചേച്ചി, ഇത്രയും വലിയ വീട്ടില് 3 കിളവന്മാരുണ്ടല്ലോ. ആരവന്മാര്? ഈ വീട് സിനിമാ നടി ശ്രീദേവിയുടെയാ. 4 വർഷങ്ങൾക്ക് മുൻപ് അശ്വിൻ സാറ് ഈ വീട് അങ്ങ് വാങ്ങിച്ചു. ഈ നൈറ്റി സോമനുണ്ടല്ലോ, അവൻ ഈ വീട്ടിലേക്ക് വെള്ളത്തൊലിയുള്ള പെമ്പിള്ളാരാരെങ്കിലും വന്നാലുണ്ടല്ലോ അവരെ ഒരു വഴിയാക്കി കളയും. ആ മൊട്ടത്തലാണോ? ഇതിനു മുമ്പ് മധുരയില് പോലീസായിരുന്നത്ര. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. 10 കൊല്ലമായിട്ട് ഈ വീട്ടിലാണ് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത്. നമ്മുടെ അശ്വിൻ സാർ ഈ വീട് വാങ്ങിച്ചപ്പോ അശ്വിൻ സാറിന്റെ ഒപ്പം വന്ന് കൂടിയതാ ഇതുങ്ങളൊക്കെ. പിന്നീടല്ലേ മനസ്സിലായത് ഇവന്മാരെല്ലാം ഒരേ കൂട്ടങ്ങളാണെന്ന്. രാത്രി ആയി കഴിഞ്ഞാൽ ആ മൊട്ട സെൽഫി എടുക്കുന്നെന്നും പറഞ്ഞ് തുണിയൊക്കെ അഴിച്ചിട്ടാ നടക്കുന്നത് ഇവിടെ. പിന്നെ ഈ അശ്വിൻ സാറിനുണ്ടല്ലോ തങ്കപ്പെട്ട സ്വഭാവ. ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാലുണ്ടല്ലോ അവർക്കൊക്കെ ദൈവത്തെ പോലെയാ. എന്താ ശിവകുമാറേ, കോളേജ് ഫീസ് കഴിഞ്ഞ മാസം വാങ്ങിച്ചല്ലോ, വേറെന്തെങ്കിലും പ്രോബ്ലം ആണോ? സാറേ, ഡെങ്കുപ്പനി ആയതുകൊണ്ട് ഒരാഴ്ച കോളേജിൽ പോയിട്ടില്ല. ലീവ് ലെറ്റർ എടുത്തോണ്ട് കോളേജ് ഡീനെ കാണാൻ പറഞ്ഞേക്കുവാ. ഡീനെ കാണാൻ വേണ്ടി അയാളുടെ റൂമിലേക്ക് പോയപ്പോ എന്തോ ഒരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തു സാറേ. കുടിച്ചു കഴിഞ്ഞപ്പോ എന്റെ കൊച്ചു ഇറങ്ങിപ്പോയി സാറേ. കരയല്ലേ മോളെ, കരയല്ലേ, കരയല്ലേ. സാർ, കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നുണ്ടവര്. പൈസ കൊടുത്ത 1000 പെട്ടുകളെ കിട്ടും അയാൾക്ക്. പഠിക്കണ കൊച്ചല്ലേ ഇത്. എന്നിട്ടും അവര് മികച്ച വാദ്യാർന്നുള്ള ഒരു പ്രശസ്തി മാത്രവും പൊളിറ്റിക്കൽ പവറും പണമൊക്കെ ഉള്ളത് കൊണ്ടാ ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മൈക്കിൾ, മൈക്കിൾ, ഇന്നത്തെ പത്രം കണ്ടോ? കണ്ടു. ആ മധുര കപൂർ ഇവിടെ വന്നിട്ട് 4 കൊല്ലമായി, എന്നിട്ടും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അതിനെന്താ ഇപ്പോ? എന്താണ് ഇപ്പെന്നോ? നീ ഇന്ന് തനിച്ചു നിൽക്കുന്നതിന് കാരണം അവനാണടാ. ഇല്ലെങ്കിൽ നീയും സെൽവിയും കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 4 പിള്ളേരുമായിട്ട് ജീവിച്ചേനെ. ഈ പ്രായത്തിലും മധുരയിൽ നിന്ന് ദുബായ്, ദുബായിൽ നിന്ന് ചെന്നൈ, ആൾ മാറ്റം, പേര് മാറ്റം, എന്തോന്നാടാ ഇത്? എടാ മൈക്കിൾ, നീ അവനെ കൊല്ലണം. അവൻ ദ്രോഹിയ, അവനെ കൊല്ലണം. അവനെ കൊന്ന അവൻ മരിച്ച എനിക്കെല്ലാം തിരിച്ചു കിട്ടുമോ? കത്തി, തോക്ക്, ബുള്ളറ്റിന്റെ ശബ്ദം, ഇതൊന്നും വേണ്ടെന്ന് ഒതുങ്ങിയിരിക്കുകയാണ് ഞാൻ. മൈക്കിളെ, ഇത് നിനക്ക് വേണ്ടി അല്ലെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടി. സാറ്, അവരെന്തോ വീഡിയോ ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. വിളിക്കുമ്പോ ഒക്കെ ചെന്നില്ലെങ്കിൽ അവരത് ഇന്റർനെറ്റിൽ ഇടുമെന്ന് പറയുന്നത്. അവനെതിരെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാ, പക്ഷെ ആരും ആക്ഷൻ എടുക്കുന്നില്ല. എന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ അവന്റെ അടുത്ത് കുടുങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് മുത്തശ്ശൻ വേണം രക്ഷിക്കാൻ, പ്ലീസ്. സാറേ, ഇടം മഹാഭാവി ഇനി ഏത് പെണ്ണിന്റെ ജീവിതത്തോടെ തകർക്കാൻ പോകുന്നത്? നീ ആള് കൊള്ളാം, വിളിച്ച ഉടനെ കേറിയല്ലോ. നിങ്ങളല്ലേ വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തത്? മോളെ, ഡോൺ വറി മോളെ, നിനക്ക് എക്സാം ഒന്നുമില്ല, ഇതാണ് എക്സാം. ഇതിൽ പാസ്സായാ മതി. ഏത് ഡിഗ്രി വേണേലും ഞാൻ തരാം. എന്താ, പ്രാർത്ഥിക്കാണോ? എക്സാം എഴുതുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഏത് ദൈവം വരാൻ പോകുന്നേ? ഈ ദൈവം ഉറപ്പായിട്ടും വരൂടാ.
തെറ്റ് ചെയ്യുന്നതിന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അറിയോടാ? ക്ഷമിക്കുന്നത്. ഞാൻ നിന്നെ ക്ഷമിച്ചാലും അവൻ നിന്നെ ക്ഷമിക്കോടാ, മറക്കോടാ. വേണ്ട മധുരേ, വേണ്ട വേണ്ട വേണ്ട. Do you know the encryption key? Come back. മാം നിങ്ങൾ പറഞ്ഞ പോലെ സ്കെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. That's it. ഇതെല്ലാ രാജ്യത്തെയും സെൻട്രൽ ഏജൻസിയിലേക്ക് മെയിൽ അയക്കുക. പ്രധാനമായി ഇന്ത്യ, ചെന്നൈ. വൈ ചെന്നൈ? ചെന്നൈയാണ് ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയ സിറ്റി. അവിടെ സേഫ് ആയിട്ടുണ്ടാവാലോ. ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. ആ പറയേ. ദാ നോക്ക്, ഇൻവിറ്റേഷൻ. ഓ, മകൾ കല്യാണാണോ? മകൾക്കോ? എടാ, എനിക്കാടാ കല്യാണം. എന്ത് കല്യാണം? നിങ്ങൾക്കോ? എന്റെ വൈഫിന്റെ മരണശേഷം ലൈഫിൽ എന്തോ മിസ്സാകുന്ന പോലെ എനിക്ക് തോന്നിയത്. കാശ് കൊടുത്ത് പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നേക്കാളും ഭേദം ഒരു പെണ്ണിനെ കൂടെ വെച്ച് കൊള്ള കാശല്ല അവക്ക് കൊടുത്താൽ മതിയല്ലോ. പേപ്പറിൽ ഞാനൊരു പരസ്യം കൊടുത്തിരുന്നു. പേരിന്റെ അഡ്രസ്സിന്റെ ഒപ്പം എന്റെ സ്റ്റാറ്റസും പറഞ്ഞിരുന്നു. പറഞ്ഞാ വിശ്വസിക്കില്ല, 150 പേരല്ലേ ക്യൂവിൽ നിന്നത്. അവരീന്നൊക്കെ ഇന്റർവ്യൂ വെച്ച് സെലക്ട് ചെയ്തതല്ലേ ഈ കാവ്യക്കുട്ടിയെ. ഏത് ഡിഫറൻസ് ഒന്നും വലിയ പ്രശ്നമല്ലേ. ചെറുപ്പക്കാർക്ക് തന്നെ ഇപ്പൊ ഒന്നും പെണ്ണ് കിട്ടുന്നില്ല. നമുക്കൊക്കെ വയസ്സായില്ലേ, മുത്തശ്ശന്മാരായി. ലിസൺ, ചില ചെറുപ്പക്കാർക്ക് ആന്റിമാരോട് താല്പര്യമില്ലേ? അതുപോലെയാണ് ചില പെണ്ണുങ്ങൾക്ക് വയസ്സന്മാരോടാണ് താല്പര്യം. പക്ഷെ വൺസ് പിടിച്ചു കഴിഞ്ഞാല് ആരെങ്കിലും ഇദ്ദേഹത്തെ കിളവാന്ന് വിളിച്ചാല് മനസ്സിലായി. വെരി നൈസ്. പിന്നെ എന്തായാലും നീ കല്യാണത്തിന് എന്താ ഒന്ന് വരും, ഒരു മിനിറ്റ്. ബാക്കിയെല്ലാം ഓക്കെ, സ്പെയർ പാർട്സ് ഒക്കെ ഓക്കെ. അതിനല്ലേ ദൈവം നമ്മുടെ സ്വന്തം ഐറ്റം സൃഷ്ടിച്ച മുരിങ്ങക്കായ. നീയും കഴിച്ചോ? കല്യാണത്തിന് വരാൻ മറക്കരുത് കേട്ടോ. കം ഡാർലിംഗ്. മൈക്കിൾ, മധുരേ, പിള്ളേർ ഇപ്പോഴാ പറഞ്ഞേ. പെണ്ണുങ്ങള് ഇടിച്ചു തള്ളിക്കാരി വരുവാ. ഓപ്പൺ ദ ഡോർ. Make my own dough, don't ask nobody for nothing. I'm an independent diva with a style that you love, so check it out. I am decisions, I don't want no opinions. Calling all the shots and I don't need nobody's permission. Make my own dough, don't ask nobody for nothing. I'm an independent diva with a style that you love, so check it out. ഞാനിവിടെ ഒരു അലയൻസ് കാണാൻ വന്നിരിക്കുക ശങ്കർ. ഇത്ര വലിയ വായാൻ നോക്കിയേ. എല്ലാ ഫിഗറും നിനക്ക് ഏറ്റപോലെ തന്നെയുള്ളത്. മൈക്കിൾ, സൗന്ദര്യം എന്നത് മുഖത്തല്ല. നിനക്ക് മുഖം എവിടെയാടാ ഉള്ളത്? എടാ രാജു, ഗെറ്റ് റെഡി, വാ മക്കളെ. ഹായ്, എന്റെ പേര് മാല. ഞാനൊരു ഡിവോഴ്സി. രാജു നോ. ഡൈവോഴ്സ് ആയാലെന്താ? അവർക്ക് എന്താണാവോ പ്രശ്നം? എന്തായാലും ചോദിക്കാം. പറ, ഡൈവോഴ്സ് ആയതിനു ശേഷം നല്ല എക്സ്പെർട്ട് ആയ ആളിനെ തേടുകയാണോ? ഫസ്റ്റ് ഹസ്ബൻഡ് ഡൈവേഴ്സിന് ശേഷം, സേലം രവിയുടെ ഡിവോഴ്സിന് ശേഷം, തൂത്തുക്കുടി കുമാറിന്റെ ഡിവോഴ്സിന് ശേഷം, ഓൾ തമിഴ്നാട് ഡിസ്ട്രിക്ട് ഒരു റൗണ്ട് വന്നു ഞാൻ സർ. എല്ലാ നാട്ടിലും പോയി ടെസ്റ്റ് ചെയ്താ. നിങ്ങളാണ് നെക്സ്റ്റ്. ഓക്കെ ആണോ സർ? ഓക്കെ ആണ്. ഓക്കെ, ആദ്യം അടിച്ച് പുറത്തേക്കാകണം. നെക്സ്റ്റ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുത്തിനെ പ്രേമിച്ചു, ബ്രേക്കപ്പ് ആയി. 12th പഠിക്കുമ്പോൾ ഒരുത്തിനെ പ്രേമിച്ചു, അതും ബ്രേക്കപ്പ് ആയി. അപ്പോ ഞാൻ കോളേജിൽ പഠിക്കുക. 3 വർഷമായി ഒരുത്തിനെ പ്രേമിക്കുന്നു. പക്ഷെ അവൻ എപ്പോഴും എന്നെ സംശയ. പബ്ബിൽ പോകരുത്, സിഗരറ്റ് വലിക്കരുതെന്ന് ഒരുപാട് കണ്ടീഷൻ. അതുകൊണ്ട് അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ഈ മുത്തശ്ശന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. ഇറങ്ങിപ്പോ. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. കണ്ടപ്പോ തന്നെ തോന്നി. എന്റെ ഹസ്ബൻഡിന് നോ വിസ്കി, നോ ബ്രാൻഡി, നോ ബിയർ, നോ റം. അതാണ് ശരി. ഓൺലി വോഡ്ക. വൈ ഓൺലി വോഡ്ക? എനിക്ക് അതാണ് ഇഷ്ടം. ഇറങ്ങിപ്പോടി. നെക്സ്റ്റ്. അയാളുടെ പേരെന്താ? അശ്വൻ. അയാളുടെ വയസ്സോ? 58. സെറ്റ് ആവില്ല. എന്തുകൊണ്ട്? അയാളെ കൊണ്ട് പറ്റുമോ? എന്താ എന്റെ സാറിനെ നോക്കിയാണ് എങ്ങനെ പറയുന്നേ? ഞങ്ങളുടെ സാറേ കിങ്ങാ. എനിക്ക് വായിൽ വരുന്നുണ്ട്. നോ ചിക്കൻ, നോ മട്ടൺ, നോ ഫിഷ്. വെജിറ്റേറിയൻ ആണോ? ബീറ്റ. അടിച്ചതിന്റെ ബീഫോർ ജല്ലിക്കെട്ട്. മനസ്സിലായോടി? പോടി. രാജു, സ്റ്റോപ്പ് ദ നോൺസെൻസ്.
പുതിയൊരു സാധനം വരുന്നുണ്ടല്ലോ.